ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഈ കാണുന്ന വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 6 കിലോമീറ്റേഴ്സ് മാത്രമാണ് ദൂരം വരുന്നത്. വളരെ ഭംഗിയായി ഒരേപോലെ ഇരിക്കുന്ന 2 വീടുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇവിടെയെല്ലാം നിറയെ വില്ലകളാണ്. ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ ലാസ്റ്റായിട്ട് വരുന്ന 2 വീടുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരേ ലാൻഡ് അളവിലും ഒരേ സ്ക്വയർ ഫീറ്റിലും ഒരേ റേറ്റിലും ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എല്ലാം ഒരേപോലെ ചെയ്തിരിക്കുന്ന ഒരേ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന, ഞാൻ നിൽക്കുന്നതിന് നിങ്ങൾക്ക് കാണാം തൊട്ടപ്പുറത്ത് തന്നെ ഈ ഒരു മതിൽ, ഈ ഒരു വോളിൻ്റെ മാത്രം ഡിഫറൻസ് ആണ് 2 വീടുകൾക്കും തമ്മിലുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു വീട് കാണുന്നതല്ലേ നല്ലത്. അപ്പോൾ ഒരു വീട് നമുക്ക് പരിചയപ്പെടാം. അത്യാവശ്യം ഭംഗിയായ എലിവേഷനോട് കൂടിയിട്ടാണ് ഈ കാണുന്ന 2 വില്ലകളും ചെയ്തിരിക്കുന്നത്. കുറച്ച് ടെക്സ്റ്റൈൽ വർക്കുകൾ വരുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനുകളൊക്കെ വീടിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ കാണുന്ന 2 വീടുകളും അവർ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വില്ലകളിലേക്കുള്ള വഴി, മെയിൻ റോഡ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വഴി ഈ വില്ലകളിലേക്കെല്ലാം തന്നെ ഇൻ്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ വർക്ക് കംപ്ലീറ്റഡ് ആയിട്ടുള്ള 3 വീടുകളിലും ആളുകൾ താമസിക്കുന്നതാണ്. അതുകൂടാതെ ബാക്കിയുള്ള 2 വീടുകളുടെ ബാക്കിയുള്ള വർക്കുകളെല്ലാം തന്നെ ഓൺ ഗോയിങ് ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 വീടുകൾ ഇപ്പം പർച്ചേസിനായിട്ട് റെഡിയായി കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീടുകൾ കാണിക്കുന്നത്. ഈ വീടിലെ ഗേറ്റ് തുറന്നിട്ട് നമ്മൾ കാർ പോർച്ചിലേക്ക് വരുന്ന സമയത്ത് ഒരു സൈഡിലുള്ള ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഭംഗിയുള്ള ഡിസൈനുകളുണ്ട്, ലേസർ കട്ട് ഡിസൈനുകളൊക്കെ വരുന്ന രീതിയിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് ഒരു സൈഡ് തുറന്നു വയ്ക്കാവുന്ന രീതിയിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കാർ പോർച്ച് വന്നിട്ട് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള മെറ്റീരിയൽ ഇട്ട് റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ താഴത്തെ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഭംഗിയായിട്ട് ഗ്രാസാണ് അവിടെ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാർ പോർച്ചിൽ ഒരു വലിയ കാറിനെ, ഒരു വലിയ വാഹനത്തെ ഉൾക്കൊള്ളാവുന്ന സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇന്നോവ പോലെയുള്ള ഒരു വലിയ കാറ് ഈ പോർച്ചിൽ കംഫർട്ടായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് 2 വീലറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള അഡീഷണൽ സ്പേസും കൂടെ അവിടെ ബാക്കി നമുക്ക് കിടക്കുന്നുണ്ട്. നേരെ നമ്മൾ കയറി വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നമുക്ക് കാണാം ചെടികളൊക്കെ ഭംഗിയായിട്ട് അവർ നട്ട് വെച്ചിട്ടുണ്ട്. അവരായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ അവർ തിരിച്ചിട്ട് അത് സെപ്പറേറ്റ് മാറ്റി കെട്ടിയിട്ട് അതിനകത്തെല്ലാം മണ്ണിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ്. വീടിൻ്റെ 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡ് എൻഡ് വരെ അവർ ചെയ്തിരിക്കുന്നത് ബേബി മെറ്റലാണ്. ഇതുപോലെ തന്നെയാണ് ഈ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബാക്ക് സൈഡിലേക്കുള്ള എൻട്രിയും വരുന്നത്. ഈ വീട്ടിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് വെല്ലാണ്. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കിണർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡ് കാണിക്കുന്ന സമയത്ത് കിണർ നിങ്ങളെ കാണിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടർ കണക്ഷനാണ്. ഞാനിപ്പോൾ കയറി നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള ഒരു ഒരു ഗ്രാനൈറ്റാണ് ഇവിടുത്തെ സിറ്റ് ഔട്ടിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3-4 ചെയറുകൾ ഇടാനുള്ള സ്പേസാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ LED ലൈറ്റുകളുടെ വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് റൂഫിംഗ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. നല്ല വീതിയുള്ള കട്ടപ്പടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്.
നമ്മൾ ഈ ഒരു വീടിനകത്തേക്ക് നേരെ കടന്നു വരുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV യൂണിറ്റിനുള്ള സ്പേസ് ആണ്. വളരെ ഭംഗിയായിട്ട് ധാരാളം വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് TV യൂണിറ്റിന് ഇരിക്കാനുള്ള സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഷെൽഫുകളാണ് TV യൂണിറ്റിൻ്റെ ആ ഭാഗത്തായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ 2 സൈഡിലായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. 3 വിൻഡോസ് വീതവും 2 വിൻഡോസ് വീതവും ഒക്കെ ആയിട്ട് നിറയെ ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഭംഗിയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റുകളൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഫ്ലോർ വന്നിട്ട് വൈറ്റ് കളറിലുള്ള വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ആ വൈറ്റ് കളറിൽ ഒരു ചെറിയ ഡിസൈനോട് കൂടിയ ടൈലുകളാണ് ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഡൈനിങ്ങിൻ്റെ എൻട്രൻസ് വന്നിട്ട് വളരെ ഭംഗിയായിട്ടുള്ള വുഡൻ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ് ആണ്. ഏകദേശം ഒരു 8-10 പേരെ വരെ നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഏരിയയാണ് ഡൈനിങ്ങിനായിട്ട് ഇവരിവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് താഴെയുള്ള ഭാഗമാണെന്നുണ്ടെങ്കിലും കബോർഡുകളായിട്ടൊക്കെ അവർ തിരിച്ച് ഒരുപാട് സ്പേസാണ് അവർ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റോറേജിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 4 വിൻഡോസ് വരുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടറും വരുന്നത്. വാഷ് ബേസിൽ ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു മിററും അതിന് ബാക്ക് സൈഡിലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വർക്കുകളൊക്കെ നല്ല ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് വാഷ് ബേസിൽ വച്ചിരിക്കുന്നത്. സെറയുടെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത്. താഴെയുള്ള ഭാഗങ്ങളാണെങ്കിലും എല്ലാം തന്നെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവരുടെ ക്രോക്കറി ഷെൽഫ് കൂടി നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ക്രോക്കറി ഷെൽഫ് വരുന്നത്. അതിന് കണ്ടിന്യൂ ചെയ്താണ് ഓപ്പൺ കിച്ചണിൻ്റെ എൻട്രൻസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് കിച്ചൺ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു ഡോറ് കാണാം. ഇതൊരു 3 BHK ഹൗസാണ്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമുക്കിവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ വോളിലും നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് സിംഗിൾ ആയിട്ടുള്ള ഓപ്പണിങ്സ് വിൻഡോകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ മിററോട് കൂടിയ ഒരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും അത്യാവശ്യത്തിന് വർക്കുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് ഭംഗിയായി ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ തന്നെയാണ് ഫിറ്റിങ്സ് വരുന്നത്. ഒരു വുഡൻ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വന്നു. അവിടെ നിന്ന് നമുക്കിത് കാണാനുള്ളത് കിച്ചണാണ്. കിച്ചണിൻ്റെ എൻട്രൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നല്ല രീതിയിൽ തന്നെ ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണെങ്കിൽ 2 ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിച്ചൻ്റെ കബോർഡുകൾ വാർഡ്രോബ് ഇതെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം നമുക്ക് സ്റ്റോറേജ് സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കിച്ചൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ വന്നിട്ട് ഒരു വൈറ്റ് കളറാണ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ അവർ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് LED ലൈറ്റുകളൊക്കെ അവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഫുള്ളായിട്ട് കവേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ കിണർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വാസ്തുപരമായിട്ട് നോക്കിയിട്ടാണ് കിണർ ഈ ഒരു ഭാഗത്ത് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് ഏരിയ സ്പേസിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ധാരാളം സ്പേസ് ഉണ്ട്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3 സെൻറ്റ് ലാൻഡിലാണ്. എങ്കിൽ പോലും യാതൊരു കൺജഷനും ഇല്ലാതെയാണ് ഈ വീടിൻ്റെ ഇരിക്കുന്നതിൻ്റെ സൈഡിലൂടെയൊക്കെ നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 3 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസും റൂമുകളുടെ വലുപ്പമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം യാതൊരു കൺജഷനും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മുകളിലേക്കുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഒരു ആഷ് കളറിലുള്ള ടൈലാണ് സ്റ്റെപ്പുകളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ ഭാഗത്തൊക്കെ ആയിട്ട് പെർഗോള മോഡലിലാണ് ഓപ്പണിങ്സ് ധാരാളമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമുക്ക് നേരെ മുകളിലേക്ക് നോക്കുമ്പോഴും കാണാം മുകൾ ഭാഗത്തും പെർഗോള പോലുള്ള ഓപ്പണിങ്സ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്.
കയറി വരുന്ന നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്തുള്ള ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ വുഡൻ്റെ ഒരു ഔട്ടർ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിലെല്ലാം തന്നെ അയൺ ബാർസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവരത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ നമുക്ക് കാണാം ആ ഭാഗത്തെല്ലാം നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റൈൽ വർക്കുകളൊക്കെ കൊടുത്തിട്ട് കുറച്ച് സ്റ്റാർ മോഡലുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ എല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് വർക്കുകളാണ് മുകളിലൊക്കെ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡിലുള്ള പെയിൻറ്റും അതുപോലെ തന്നെ LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്ത ഭംഗിയായിട്ടാണ് റൂഫ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അപ്പർ ഗസ്റ്റ് ലിവിങ് സ്പേസ് വരുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് TV യൂണിറ്റൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കബോർഡുകളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ അതിനിടയിലെല്ലാം LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകളിൽ വേറെ 2 ബെഡ്റൂമുകളും കൂടെ നമുക്ക് കാണാം. നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ ആദ്യത്തെ ഈ ഒരു ഡോറ് വരുന്നത് ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്കുള്ളതാണ്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തും അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ചുറ്റിനും അവർ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ വിൻഡോസ് ഇവിടെ ധാരാളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വാർഡ്രോബ് വരുന്നത് ആ ഒരു കോർണർ ഭാഗത്തായിട്ടാണ്. നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിലെ സെയിം വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു വൈറ്റ് കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വരുന്നത് ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൽ നിന്നും ബെഡ്റൂമിന് വെരി നെക്സ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡോർ ഉണ്ട്. ഇത് വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അത്യാവശ്യം ഒരു വലിയ സ്പേസ് ആണ് യൂട്ടിലിറ്റി റൂമിനായിട്ട് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സൈഡും കവർ ചെയ്തിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നിന്നും ഇനി 2 ഡോറുകളും കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒന്ന് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമും പിന്നീട് വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയുമാണ്. നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. നേരത്തെ കണ്ട 2 ബെഡ്റൂമിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ ബെഡ്റൂമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് വരുന്നത് ഈ 2 ഭാഗത്തായിട്ടാണ്. ഇവിടുത്തെ വാർഡ്രോബ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു വുഡൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന ടൈപ്പ് ഓഫ് ഒരു വാർഡ്രോബാണ് ഇവിടെ വിത്ത് മിറർ ഫെസിലിറ്റിയോട് കൂടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും റൂഫിൽ വന്നിട്ടാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോയിഷ് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഏകദേശം എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. അത്യാവശ്യം ഇത്ര സ്പേസ് ഉള്ള ഒരു ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഔട്ടർ ഫ്രെയിംസ് എല്ലാം വന്നിട്ട് വുഡനാണ്. ഉള്ളിലെല്ലാം തന്നെ അവർ നല്ല രീതിയിൽ അയൺ ബാർസ് ഒക്കെ ഇട്ട് ആ ഒരു ഭാഗത്താണെങ്കിലും പെർഗോള മോഡലൊക്കെ കുറച്ച് ഓപ്പണിങ്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വീട് കാണാം. ഈ 2 വീടുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഒരേ ലാൻഡ് അളവും ഒരേ സ്ക്വയർ ഫീറ്റും ഒരേ റേറ്റും ഒക്കെയാണ്. തൊട്ടടുത്ത് തന്നെ 2 വീടുകളുടെ പണികൾ ഏകദേശം ഫൈനലായിട്ട് വരുന്നു. ബാക്കിയുള്ള വീടുകളിലൊക്കെ ആളുകൾ താമസിക്കുന്നതാണ്. ഇവിടെ ചുറ്റിനും തന്നെ നിറയെ ആളുകളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വില്ലയും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇൻഫോ പാർക്കിലേക്ക് വെറും 6 കിലോമീറ്റർ 6 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ദൂരമെന്ന് പറയുന്നത്. ബസ് റൂട്ടിനോടൊക്കെ വളരെ അടുത്താണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിരിക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് 3 സെൻറ്റാണ്. 3 സെൻറ്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1550 1550 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന 3 ബെഡ്റൂമിൻ്റെ വീട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കാർ പോർച്ചിൽ ഇന്നോവ പോലുള്ള ഒരു വലിയ കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭംഗിയുള്ള വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 68 lakhs ആണ്. 68 ലക്ഷം എന്നുള്ള ഇതിൻ്റെ വില ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാനായിട്ട് കാക്കനാട് റോഡ് ഇത്രയും അടുത്ത് കിടക്കുന്ന ഈ വീട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിലും കാണണമെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.